ഇവിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ നമ്പർ 1 മാറ്റർ, ജെറദ് കുഷ്ണർ ഈജിപ്തിൽ വെച്ചിട്ട് ഹമാസിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ നേതാവായിട്ടുള്ള ഖലീൽ അൽ ഹയായുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രംപ് ഇസ്രായേലിന് മേൽ ശക്തമായ രീതിയിലുള്ള പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഡിസാമെൻറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ നടത്തുന്ന ആക്രമണം, സ്ട്രൈക്സ് നിർത്തണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ അതുപോലെ ശക്തമായിട്ട് തന്നെ അതിനെ എതിർക്കുകയാണ്. ശരിക്കും നമ്മൾ ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഇസ്രായേൽ അമേരിക്ക കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 1.5 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സൂചന ഞാൻ നമ്മുടെ വാർത്തയിലൂടെ നൽകിയിരുന്നു. അതിനെ തുടർന്ന് ട്രംപ് വേഴ്സസ് നെതന്യാഹു എന്നുള്ള രീതിയിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഇത് ആ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ മറ്റുള്ള മെയിൻ സ്ട്രീം മീഡിയകളെല്ലാം തന്നെ ഈ വിഷയം ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞ അമേരിക്കൻ മാധ്യമം ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് മറ്റുള്ള മീഡിയ എല്ലാം ഇത് ഇപ്പോൾ ഏറ്റുപിടിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലിപ്പം ചർച്ചകളാണ് നടക്കുന്നത്. ജെറദ് കുഷ്ണർ സംസാരിച്ചിട്ട് ഇപ്പോൾ നേരെ ഇസ്രായേലിലേക്ക് വന്നിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാട്സുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ശരിക്കും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഈ ചർച്ച നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ശക്തമായി അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഹമാസ് ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല. അപ്പോൾ ജെറദ് കുഷ്ണർ ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല എന്നുള്ള വിഷയം ഹമാസിൻ്റെ നിലവിലെ നേതാവായിട്ടുള്ള ഖലീൽ അൽ ഹയ്യായിട്ടെടുത്ത് ഹമാസ് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, ഏത് ഇലക്ഷൻ, പലസ്തീനിയൻ ഇലക്ഷനിലേക്ക് പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഹമാസ് അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. അപ്പം അങ്ങനെ നിലവിൽ പ്രാഥമികമായിട്ട് ഡിസാമെൻ്റ് ആണ്. ഗാസ പീസ് അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ നടക്കണമെന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് പ്ലേസ് ഹമാസ് ഡിസാമെൻ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഡിസാമെൻറ്റിന് തയ്യാറാണ്, നിങ്ങൾ ഇസ്രായേലെടുത്ത് ചോദിച്ചിട്ട് പറയൂ ട്രൂപ്പ് വിഡ്രോവലിനെ കുറിച്ച് എന്നാണ് ഹമാസ് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്നാണ് പുള്ളിക്കാരൻ ഇപ്പം ഇസ്രായേലിൻ്റെ ഉള്ളിൽ വന്ന് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ മാറുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നെതന്യാഹുവിന് ഈ ട്രൂപ്പ് വിഡ്രോവൽ എന്ന് പറയുന്നത് വളരെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഒക്ടോബറിലെ ഇലക്ഷൻ, ട്രംപിൻ്റെ മിഡ് ടേം ഇലക്ഷന് മുമ്പ് തന്നെ നെതന്യാഹു ഇലക്ഷൻ ഫേസ് ചെയ്യും. അപ്പോൾ അവിടെ ശരിക്കും എന്ത് മറുപടിയാണ് നെതന്യാഹു കൊടുക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ചർച്ചകൾ വളരെ ക്രൂഷ്യലായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഇറാൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇറാൻ 2 തരത്തിലുള്ള യുദ്ധങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, നേരിട്ട് IRGC സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ ആക്രമണം നടത്തുന്നു. മറ്റൊന്ന്, ബാബൽ മന്ദേബ് റീജിയനിൽ സൗദിക്കെതിരെ ഹൂത്തികളെ വെച്ച് ആ മേഖലയിൽ അറ്റാക്ക് നടത്തുന്നു. ഹൂത്തികൾ ഇന്നലെ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ശരിക്കും മൊച്ച എന്നുള്ള ആ ഒരു പോർട്ട് റീജിയൻ കേന്ദ്രീകരിച്ച് നടത്തിയത്. അതുമാത്രമല്ല, ഹൂത്തികളുടെ സൈഡിൽ നിന്നും സൗദി അറേബ്യയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇറാൻ ആക്രമണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ലെബനൻ്റെ ഉള്ളിൽ മെയ്സ് അൽ ജബൽ, വാദി അൽ ജമാൽ ഇങ്ങനത്തെ ഏരിയകളൊക്കെ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ സൗത്ത് ലെബനൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് ബാരിയേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കോൺക്രീറ്റ് ബാരിയേഴ്സ് ഒക്കെ ഇസ്രായേൽ തൂത്തുപറക്കി കളഞ്ഞിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്റർ സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഗാസയുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഇപ്പം ശബ്ദമുയർത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുടെ ആഗ്രഹങ്ങൾക്കൊത്തുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത്. ഇപ്പോൾ ഗാസയിൽ സമാധാനം കൊണ്ടുവരണം എന്നുള്ളത് അമേരിക്കയുടെ നിർദ്ദേശമാണ്. അതിനെ തുടർന്നാണ് അതിന് സോളിഡാരിറ്റി എന്നുള്ള നിലയിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്റർ സിറാജുദ്ദീൻ ഹക്കാനി, പുള്ളിക്കാരൻ ഇന്ത്യയിലൊക്കെ വന്നിട്ടുള്ള വ്യക്തിയാണ്, എന്നാലും പുള്ളിക്കാരൻ ഗാസയ്ക്ക് വേണ്ടിയിട്ട് നിലപാടെടുത്ത് ഇസ്രായേലിനെതിരെയുള്ള നിലപാട് വളരെ ശക്തമായിട്ട് ആവർത്തിച്ച് പറയുകയാണ്. അതായത് ഗാസയിൽ നിന്നും ഇസ്രായേൽ പുറത്തു പോകണം എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ്റെ പ്രസ്താവന. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒമാനെതിരെ ശക്തമായിട്ടുള്ള താക്കീത്, ഇറാനുമായിട്ട് ചേർന്ന് നിന്ന് എങ്ങാനും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ ഏതെങ്കിലും ഗിമ്മിക്ക് വേലകൾ കാണിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒമാൻ്റെ മേളിൽ ആക്രമണം നടത്തുമെന്നുള്ള ഭീഷണി അതും കൂടി ഇപ്പം ട്രംപ് പറയുന്നുണ്ട്. പറയാനുള്ളത്, നീ ആദ്യം ഇറാനെ അടിച്ചു ഒതുക്ക്. കാരണം എന്താ വെച്ചാൽ അമേരിക്കയ്ക്ക് വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇറാൻ യുദ്ധം. കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഞങ്ങൾക്ക് ഗോഡ് കനിഞ്ഞ് നൽകിയ വരദാനമാണ്. അതായത് ഇത്തരത്തിൽ ആഗോള ശക്തികളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അവർക്ക് കിട്ടിയ വരദാനമാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്ന് അവർ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൻ്റെ പഴയ അവസ്ഥ അതൊരിക്കലും റീസ്റ്റോർ ചെയ്യപ്പെടില്ല.
പുതിയ നിയമങ്ങളനുസരിച്ച് ഇറാൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ അതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി പഴയതുപോലെയുള്ള ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് ലോകരാജ്യങ്ങളോട് ഇറാൻ വിളിച്ചു പറയുന്നത്. ഇതിന് കാരണമാരാണ്? ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റസ് കോ തിരിച്ചു പിടിക്കണം. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ സ്റ്റേറ്റസ് കോ തിരിച്ചു പിടിക്കണം. അത് യുദ്ധത്തിലൂടെ ആണെങ്കിലും ശരി, ഇറാൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി, അതിൻ്റെ സ്റ്റേറ്റസ് കോ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. കാരണം നാണക്കേടാണ്. US പ്രസിഡന്റിൻ്റെ പേര്, അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് ചരിത്രത്തിൽ വളരെ ബാഡായിട്ട് മാർക്ക് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ഇൻസിഡൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്. ട്രംപ് തുടങ്ങി വെച്ച മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്, ഇസ്രായേൽ തുടങ്ങി വെച്ച മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് 12 ദിവസത്തെ യുദ്ധമായിരുന്നു. ട്രംപ് തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ് 40 ദിവസം പ്ലസ് വീണ്ടും ഒരു 14 ഡേയ്സ് അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ് ട്രംപിൻ്റെ പരാജയമായി മാറിയിരിക്കുന്നത്. ഒരു പരിധിവരെ ഈ ഒരു മൊമെന്റ് വെച്ച് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ട്രംപിൻ്റെ പരാജയമാണ്. ഇപ്പം ഇറാൻ്റെ പാർലമെന്റ് സ്പീക്കർ ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അമേരിക്കൻ ആർമിയെ അടിച്ച് തൂത്തുപിറക്കി കളഞ്ഞു എന്നൊന്നും പറയുന്നില്ല. അവർ ഒരുപാട് ആക്രമണങ്ങൾ ഇറാൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട്, ഇറാന് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവർ സ്ട്രാറ്റജിക്കലി അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്നാണ് ഗാലിബാഫ് വിളിച്ച് പറഞ്ഞത്. അത് മാത്രമല്ല, അമേരിക്കയ്ക്കും അതുപോലെ തന്നെ അമേരിക്കയെ പിന്തുണച്ച ഇസ്രായേലിനും ഇത് നാണക്കേടാണ്. കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞ ആ ഒരു പാത്വേ ഇതുവരെ അമേരിക്കയ്ക്ക് അവരുടെ കൺട്രോൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പലതരത്തിലുള്ള ഡയലോഗുകളൊക്കെ ട്രംപ് പറഞ്ഞെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമാണ് അവരുടെ വിജയത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇറാൻ എഴുതി ചേർത്തിരിക്കുന്നത്. ട്രംപിന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ആ ഒരു സ്റ്റേറ്റസ് കോ പുനഃസ്ഥാപിക്കണം. പണ്ട് എന്തായിരുന്നു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, അത് പുനഃസ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ട്രംപ് ഇത്തരത്തിൽ വടംവലി നടത്തുന്നത്. വീണ്ടും ട്രംപ് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ്? എന്ത് വില കൊടുത്തും ഞാൻ തയ്യാറാണ്, ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് ബാക്ക് ചാനലിലൂടെ IRGCയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ആൾക്കാരുണ്ട്. ഞങ്ങൾ IRGCയുമായിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെയൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പം പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ 10 ബില്യനാണ് ആവശ്യപ്പെട്ടത്, അത് തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ട്രംപ് ഇപ്പം അതും ഞങ്ങൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട മീഡിയേഷനൊക്കെ നടത്തിയ ആൾക്കാരാണെന്നുള്ള അവകാശവാദമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് $10 ബില്യൺ ആവശ്യപ്പെട്ടത്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ടൊരു സ്പെഷ്യൽ വീഡിയോ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിലെ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രംപ് ഇപ്പോൾ പാകിസ്ഥാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഡയറക്റ്റായിട്ട് IRGCയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുകയാണെന്നുള്ള പ്രസ്താവനയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സൗദി ബാക്ക്ഡ് യമനി ഓൺ ചെയ്യുന്ന കപ്പലിന് നേരെ ഹൂത്തികൾ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അത് ആ കപ്പലിനെ ഇമ്മൊബിലൈസ് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ലെബനന്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. هياها ഗാസയ്ക്കുള്ളിലും ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ സെനാരിയോ ആണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പം നിലനിൽക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, യുദ്ധം തുടങ്ങിയ 2 രാജ്യങ്ങൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസം, അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഗാസയോ ഇറാനോ, ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സംഗതി. അതിൻ്റെ ഒരു സൈഡിൽ ഇറാൻ്റെ സപ്പോർട്ടോടുകൂടി ഹൂത്തികൾ സൗദി ബാക്ക്ഡ് യമനികൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.